ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങക്കയും ചുരക്കയും ഇട്ട് വെച്ച ചെമ്മീൻ കറിയാണ്. അതിനു വേണ്ടിയിട്ട് 1/2 കിലോ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയതും 3 മുരിങ്ങക്കായ കട്ട് ചെയ്തതും പിന്നെ വേണ്ടത് ചുരക്കയാണ്. 1.5 കപ്പോളം ചുരക്ക കട്ട് ചെയ്തതും ഒരു 12 ചുവന്നുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞതും 3-4 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വേണം. താളിക്കാൻ വേണ്ടിയിട്ട് 1/2 ടേബിൾ സ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും 4 വറ്റൽമുളകും 5-6 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞതും വേണം. അരപ്പിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങയും 3 ചുവന്നുള്ളിയും വേണം. തേങ്ങയും ചുവന്നുള്ളിയും കൂട്ടിയിട്ട് അരച്ചെടുക്കും. ഇതിവിടെ തേങ്ങ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 2 പീസ് കുടംപുളിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും വേണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതിട്ട് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്ക് ഈ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഈ പൊടികൾ വഴറ്റിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് തിളയ്ക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടംപുളിയും മുരിങ്ങക്കായും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരടപ്പ് കൊണ്ട് മൂടി 5 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. ഇതിവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടപ്പൊന്ന് ഓപ്പൺ ചെയ്ത് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. മുരിങ്ങയ്ക്ക് വേഗമുള്ളത് കൊണ്ടാണ് ആദ്യം മുരിങ്ങയ്ക്ക് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചുരക്കയും ചെമ്മീനും ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നല്ല വെട്ടി തിളയ്ക്കുന്ന ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കറിവേപ്പിലയും 2 പച്ചമുളകും ചേർത്ത് ഇത് പാത്രം മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനി അടപ്പൊന്ന് മാറ്റി നോക്കാം. ചുരക്ക പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു വെജിറ്റബിൾ ആണ്. അതുപോലെ തന്നെ പ്രോൺസും 5 മിനിറ്റിനുള്ളിൽ തന്നെ വെന്ത് കിട്ടും. ഒരുപാട് പ്രോൺസ് വെന്ത് കഴിഞ്ഞാൽ അത് വല്ലാതെ ഹാർഡായി പോകും. ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം തീ ഒന്ന് കൂട്ടി വെച്ച് 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഇതിനുള്ളിലേക്ക് താളിച്ചൊഴിക്കാം. താളിച്ചൊഴിക്കാനായിട്ട് ചട്ടി ചൂടാകുമ്പോഴേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉലുവയും കടുകും ഇട്ട് കൊടുക്കാം. അത് പൊട്ടി തുടങ്ങുമ്പോഴേക്ക് ചുവന്നുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്ക് വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചുരക്കയും മുരിങ്ങക്കയും ഇട്ട് വെച്ച ചെമ്മീൻ കറി ഇവിടെ തയ്യാറായി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു കറിയാണിത്. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.